ടി.പി. രാമകൃഷ്ണൻ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്തേക്ക് വരുന്നത് ഒരു അപ്രതീക്ഷിത രാഷ്ട്രീയ നീക്കമായിരുന്നു. പക്ഷേ അദ്ദേഹം ചുമതല ഏറ്റെടുത്തതിന് ശേഷം തന്റെ രാഷ്ട്രീയ നിലപാട് എന്താണ്, ഒപ്പം തന്നെ ഇനി മുന്നോട്ട് മുന്നണിയെ എങ്ങനെ നയിക്കുമെന്ന കാര്യത്തിൽ സുവ്യക്തമായ ചില നിലപാടുകൾ അദ്ദേഹം മാധ്യമങ്ങളോടക്കം പരസ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും വി ആരുൺ ന്യൂസ് 8 വേണ്ടി നടത്തിയ അഭിമുഖം. അദ്ദേഹം സുപ്രധാനമായ ചില പ്രഖ്യാപനങ്ങളും നിലപാടുകളും പറഞ്ഞു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത് ഇ.പി. ജയരാജന്റെ ഒഴിവിലേക്കാണ് ടി.പി. രാമകൃഷ്ണൻ വരുന്നത്. ഇ.പി. ജയരാജൻ അദ്ദേഹം നടത്തുന്ന പരോക്ഷ വിമർശനമാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ബി.ജെ.പി. നേതാവിനെ കാണേണ്ടി വരുന്ന അവസ്ഥ തനിക്കാണ് താൻ അക്കാര്യം ആദ്യം പാർട്ടി സെക്രട്ടറിയെ അറിയിക്കുമായിരുന്നു എന്നാണ് ടി.പി. രാമകൃഷ്ണൻ പറയുന്നത്. ഇ.പി. ജയരാജനെതിരെ അദ്ദേഹം ഒരു പരോക്ഷ വിമർശനം തന്നെയാണ് നടത്തുന്നത്. പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനാണ് ഇത്തരത്തിലുള്ള ഒരു മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഒപ്പം ഇ.പി. ജയരാജനെതിരെ എടുത്തത് അച്ചടക്ക നടപടിയല്ല, ഇ.പി. കേന്ദ്ര കമ്മിറ്റി അംഗമായി തന്നെ തുടരും, പാർട്ടിയുടെ നേതൃതലത്തിൽ തന്നെ ഇ.പി. ജയരാജൻ ഉണ്ടാകുമെന്ന ആത്മവിശ്വാസവുമാണ് ടി.പി. രാമകൃഷ്ണൻ പങ്കുവെക്കുന്നത്. കേൾക്കാം അദ്ദേഹത്തിന്റെ വാക്ക്. സഖാവ് ജയരാജൻ ഇപ്പോഴും പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, ഞങ്ങളുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സഖാവാണ്. അദ്ദേഹം ആ ചുമതലയിൽ തുടരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ജാവദേക്കർ അങ്ങനെയാണ് ഇങ്ങനെ വീട്ടിൽ വന്ന് കണ്ടെങ്കിൽ അങ്ങ് രഹസ്യമാക്കി വെക്കുമോ, പാർട്ടി അറിയുമോ, അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ? ജാവദേക്കർ എന്ന് മാത്രമല്ല, എന്നെ അങ്ങനെ സാധാരണ നിലയിൽ ആരും കാണാനൊന്നും വരാറില്ല. ചിലപ്പോൾ വന്ന് കണ്ടുകൊണ്ട് ഒരു മുന്നണി കൺവീനറാണ്, അപ്പൊ വരാനുള്ള സാധ്യത കൂടും. എന്നെ കണ്ടാൽ പിന്നെ ആർക്കും വരാലോ, ആർക്കും വന്ന് കാണാനും സംസാരിക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അതിനൊന്നും നമുക്ക് തടയാനൊന്നും പറ്റില്ല. പറ്റാത്ത ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പാർട്ടി സെക്രട്ടറി വിളിച്ച് പറയും, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്നൊരാൾ വന്നിട്ടുണ്ട്. അതാണ് എൻ്റെ ഒരു രീതി. ആ രീതി എല്ലാവരും തുറന്നൊന്നുമില്ല. എൻ്റെ രീതി അതാണ്. ആ രീതിക്ക് അനുസരിച്ചുള്ള സമീപനമാണ് ഞാൻ എടുക്കുന്നത്. അത് പറയാത്തതാണ് ഇ.പി. ജയരാജന് പറ്റിയ വീഴ്ച. അന്ന് ഞാൻ പറയാം, ജാവദേക്കറെ കണ്ടത് ഒരു പ്രശ്നമായിട്ട് ഇപ്പം പാർട്ടിയുടെ മുമ്പിലില്ല. അത് അന്നത്തെ വിഷയങ്ങൾ പറഞ്ഞ് അവസാനിച്ചു കഴിഞ്ഞു. ഇപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല അദ്ദേഹത്തെ മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. ഇതൊരു പാർട്ടി സംഘടനാപരമായ തീരുമാനത്തിൻ്റെ ഭാഗമാണ്, ഒരു പ്രവർത്തനങ്ങളുടെ ഒരു ക്രമീകരണത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിനനുസരിച്ച് നിൽക്കുക എന്നുള്ളതാണ്. അദ്ദേഹം പാർട്ടി തീരുമാനം അംഗീകരിച്ചിട്ട് തന്നെയാണ് നിലപാടെടുക്കുന്നത്. അതാണ് അദ്ദേഹം വ്യക്തമാക്കുന്ന കാര്യം. ഒപ്പം ടി.പി. ചന്ദ്രശേഖരന്റെ വധമാണ് CPM-നെയും രാഷ്ട്രീയ കേരളത്തിനെയും ഇത്രയധികം ഞെട്ടിക്കുകയും പ്രതിസന്ധിയിലാക്കപ്പെടുകയും ചെയ്ത ഒരു സംഭവം സമീപകാലത്ത് മറ്റൊന്നും ഉണ്ടായിട്ടില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ടി.പി. ചന്ദ്രശേഖരന്റെ, അദ്ദേഹത്തിന്റെ സമകാലികനും ഒപ്പം തന്നെ പാർട്ടിയിൽ ഒന്നിച്ചുമുണ്ടായിരുന്ന ടി.പി. രാമകൃഷ്ണൻ അന്നായി കൊല ചെയ്യപ്പെടുമ്പോൾ, അദ്ദേഹം ഈ കൊലപാതകം നടക്കുമ്പോൾ അന്ന് ടി.പി. രാമകൃഷ്ണൻ എടുത്ത നിലപാട്, അദ്ദേഹം പാർട്ടിയിൽ നിന്നും അവധിയെടുത്ത് പോയി എന്ന തരത്തിലായിരുന്നു അന്ന് ആക്ഷേപമുണ്ടായത്. എന്നാൽ ഇക്കാര്യങ്ങളൊക്കെ ഇപ്പോൾ ടി.പി. രാമകൃഷ്ണൻ അദ്ദേഹം ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് നിഷേധിക്കുകയാണ്. എന്നാൽ ടി.പി. ചന്ദ്രശേഖരൻ കൊല്ലപ്പെടാൻ പാടില്ലായിരുന്നുവെന്നുകൂടി ടി.പി. രാമകൃഷ്ണൻ പറഞ്ഞു വെക്കുന്നു. കൊലപാതകത്തിൽ പാർട്ടിക്ക് പങ്കില്ല എന്ന ഉറപ്പുള്ളത് കൊണ്ടാണ് താൻ മാറി നിന്നതെന്നും, എന്നാൽ പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ടവർ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ താൻ ഒപ്പം ഉണ്ടായിരുന്നു എന്ന കാര്യവും ടി.പി. രാമകൃഷ്ണൻ, നിയുക്ത ഇടതുമുന്നണി കൺവീനർ, ന്യൂസ് 18 പറയും. ടി.പി. ചന്ദ്രശേഖരന്റെ വധം CPM ആസൂത്രണം ചെയ്തൊരു പരിപാടിയല്ലത്. അദ്ദേഹം കൊല ചെയ്യപ്പെടാൻ പാടില്ലായിരുന്നു എന്ന് ഇപ്പോഴും കരുതുന്ന ഒരാളാണ് ഞാൻ. അത് ശരിയായില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അന്ന് പാർട്ടീൻ്റെ അഭിപ്രായം അതാണ്. ആ സംഭവം ശരിയായില്ല എന്നാണ് പാർട്ടി അഭിപ്രായം പറഞ്ഞത്. പിന്നെ അതാണ് എൻ്റെ നിലപാട്. അങ്ങനെ പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിലൊരു ബന്ധക്കാര്യത്തിൽ എനിക്ക് ആ പീരീഡിൽ ഈ സ്ഥലം വിട്ടു പോകാൻ പറ്റുമോ? അതേപോലെ ഞാൻ പാർട്ടി ജില്ലാ സെക്രട്ടറി ഒഴിയണം? അങ്ങനെയില്ലല്ലോ, അങ്ങനെ വന്നിട്ടില്ല. ഞാൻ ചൈനയിൽ പോകണമെന്ന് നേരത്തെ ആഗ്രഹിച്ചതാണ്. അപ്പോൾ ഈ ചന്ദ്രശേഖരൻ്റെ സംഭവം ഉണ്ടായിട്ട് ഒരു 10-12 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനൊന്ന് പോയത്. പാർട്ടിക്ക് ബന്ധമില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. എന്തെങ്കിലും എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ പിന്നെയാണ് അന്തരീക്ഷങ്ങളൊക്കെ മാറിയത്. പിന്നെ ഞങ്ങളെ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ആളുകളൊക്കെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങി, കേസെടുക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ അവരെ സഹായിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അതാണ് ടി.പി. ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് നിയുക്ത ഇടതുമുന്നണി കൺവീനർ വിശദീകരിക്കുന്ന അദ്ദേഹത്തിന്റെ നിലപാടതാണ്.
ഒപ്പം തന്നെ പുതിയ ഇടതുമുന്നണി നേതൃത്വത്തിന്റെ തലപ്പത്തേക്ക് വരുമ്പോൾ ടി.പി. രാമകൃഷ്ണനെ കാത്തിരിക്കുന്ന വെല്ലുവിളികൾ പലതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം മുന്നണിയിലെ രണ്ട് ഘടകകക്ഷികൾ, ഒന്ന് NCPയും മറ്റൊന്ന് INLുമാണ്. രണ്ട് പാർട്ടികൾക്കിടയിലും നിലനിൽക്കുന്ന ഭിന്നതയാണ്. പാർട്ടി എന്ന നിലയിൽ ഭിന്നത, NCPയിൽ ഭിന്നതയില്ലെന്നാണ് ഇടതുമുന്നണി കൺവീനർ പറയുന്നത്. ഒപ്പം തന്നെ ഈ AK ശശീന്ദ്രന്റെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട അജണ്ട ഇപ്പോൾ ഇടതുമുന്നണിയുടെ അജണ്ട മുന്നിലേക്ക് വന്നിട്ടില്ല. ആ മന്ത്രിമാറ്റം എന്നത് ആ പാർട്ടിയുടെ മാത്രം പ്രശ്നമാണ്. അത് വരുന്ന ഘട്ടത്തിൽ പരിശോധിക്കും. അത് മുന്നണിക്ക് ഒരു പ്രതിസന്ധിയുമല്ല എന്നതാണ് TP ചന്ദ്രശേഖരൻ വിശദീകരിക്കുന്നത്. കേൾക്കാം. INLലുള്ള തർക്കങ്ങൾ അവർ പരിഹരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ എടുത്തു വന്നിട്ടുള്ളൊരു നിലപാട്. അങ്ങനെ ആ പാർട്ടിക്കകത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ച് ഒറ്റക്കെട്ടായി അവർ നിൽക്കണം, അങ്ങനെ യോജിച്ച് മുമ്പോട്ട് പോകണം. ഒരിക്കലും രണ്ട് INL എന്നുള്ള നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല. അതെ അതെ അതെ. അപ്പോൾ അത് അങ്ങനെ ഒരു സമീപനത്തിലേക്ക് നമുക്ക് പോകുന്നത് കേരള രാഷ്ട്രീയത്തിന് ഗുണം ചെയ്യില്ല. INLനെ യോജിപ്പിച്ച് മുന്നണിയിൽ കൊണ്ടുപോകാൻ തന്നെയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. NCPയിൽ ഇപ്പോൾ അങ്ങനെ ഒരു ഭിന്നത വന്നു കഴിഞ്ഞിട്ടില്ല. പാർട്ടി എന്നുള്ള നിലയ്ക്കൊരു ഭിന്നത വന്നു കഴിഞ്ഞിട്ടില്ല. മന്ത്രിസ്ഥാനത്തെ സംബന്ധിച്ച് അവരുടെ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുമ്പിൽ അങ്ങനെ ഒരു മന്ത്രി മാറ്റത്തെക്കുറിച്ചുള്ള പ്രശ്നം ഇതുവരെയും വന്നിട്ടില്ല. വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ആലോചിച്ച് ഒരു മന്ത്രി ആരാണെന്ന് തീരുമാനിക്കേണ്ടത് അത് പാർട്ടി തന്നെയാണ്, അതത് പാർട്ടി തന്നെയാണ്. ഇപ്പോൾ ഉള്ള നിലവിലുള്ള മന്ത്രിയെ മാറ്റേണ്ട ഒരു പ്രശ്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുമ്പിൽ ഇതുവരെ വന്നിട്ടില്ല. അത് വരുമ്പോൾ മുന്നണി അതിൻ്റെ നിലപാട് വ്യക്തമാക്കി പറയുന്നത്. അതാണ് ടി.പി. രാമകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഇടതുമുന്നണി കൺവീനർ അദ്ദേഹത്തിന്റെ നിലപാടുകൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ വിഷയങ്ങളിലൊക്കെ താൻ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നതാണ് ഇടതുമുന്നണി കൺവീനർ വിശദമായ അഭിമുഖം നൽകുന്നത്. VB അരുൺ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, ഇതിൽ ഏറ്റവും പ്രധാനം ഒരുപക്ഷെ EP ജയരാജനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പരാമർശമാണ്. അരുൺ തുടർച്ചയായി ചോദിക്കുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം വിശദീകരിക്കുന്നത്. ഒപ്പം താനായിരുന്നെങ്കിൽ എന്തു ചെയ്യുമെന്ന ചോദ്യത്തിന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ടി.പി. രാമകൃഷ്ണൻ EP ഇപ്പോഴും പാർട്ടിയുടെ നേതൃനിലയിലാണ്, അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണ് എന്നൊക്കെ പറയുമ്പോഴും ഈ പാർട്ടി നേതൃത്വത്തെ ഈ കൂടിക്കാഴ്ച അറിയിക്കാത്തതിലുള്ള CPM-നകത്ത് നടക്കുന്ന ചർച്ചകളും അഭിപ്രായ പ്രകടനങ്ങളുടെയും ഒരു പ്രതിഫലനം കൂടിയല്ലേ ഇപ്പോൾ ഇടതു മുന്നണി കൺവീനറുടെ വാക്കുകളിലൂടെ പുറത്തു വരുന്നത്? അരുൺ. തീർച്ചയായും അത് തന്നെയാണ്. EP ജയരാജനെതിരെ നടപടി എടുത്തിട്ടില്ല എന്ന് ആവർത്തിച്ചു പറയുകയാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി നേരത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അങ്ങനെയാണ്, നടപടിയെല്ലാം അദ്ദേഹം ഒഴിയുകയായിരുന്നു. ഈ ടി.പി. രാമകൃഷ്ണൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതായത് സംഘടനാ ക്രമീകരണത്തിന്റെ ഭാഗമായി മാറ്റുന്നു. അതും ജാവദേക്കറുടെ കൂടിക്കാഴ്ചയുടെ പേരിലല്ല, ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയുടെ പേരിലല്ല CPM മാറ്റിയതെന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവമായ ശ്രമം CPM നേതൃത്വം നടത്തുന്നുണ്ട്. പകരം മുന്നണി പ്രവർത്തനങ്ങളിൽ വീഴ്ച വന്നു, അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ EP തയ്യാറായില്ല, EP കഴിഞ്ഞില്ല, അതിന്റെ പേരിൽ മാറ്റി എന്നാണ് പറയുന്നത്. പക്ഷെ അപ്പോഴും പ്രകാശ് ജാവദേക്കറെ പോലൊരു BJP നേതാവ്, ഒരു BJPയുടെ സംസ്ഥാനത്തിന് ചുമതലയുള്ള പ്രഭാരി, ഇടതുമുന്നണിയുടെ കൺവീനറെ, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗത്തെ കാണുമ്പോൾ അങ്ങനെ അത് EP പറയും പോലെ യാദൃച്ഛികമായി പോകുന്ന വഴിക്ക് ചായ കുടിക്കാൻ കയറിയതാണ് എങ്കിൽ പോലും അത് പാർട്ടി അറിയിക്കണമായിരുന്നു എന്നുള്ളത് CPM നേരത്തെ ഉയർന്ന അഭിപ്രായമാണ്. CPM-ന്റെ സംഘടനാ രീതിയും അതുതന്നെയാണ്. അതാണ് ടി.പി. രാമകൃഷ്ണൻ പറയുന്നത്. ഞാനായിരുന്നുവെങ്കിൽ അപ്പോൾ തന്നെ പാർട്ടി സെക്രട്ടറിയെ വിളിച്ചു പറയുമായിരുന്നു. അവിടെ EP-യുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് CPM വിലയിരുത്തിയത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മുന്നണി കൺവീനർ സ്ഥാനത്ത് മാറ്റിയത്. അത് MV ഗോവിന്ദനും ടി.പി. രാമകൃഷ്ണനും ഇപ്പോൾ പറയും പോലെ EP സ്വയം ഒഴിഞ്ഞു പോയതല്ല. CPM കേന്ദ്ര പൊളിറ്റ് ബ്യൂറോയിലും മറ്റും ചർച്ച ചെയ്ത ശേഷം അത് തീരുമാനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വഴി സംസ്ഥാന സമിതി നടപ്പാക്കുകയായിരുന്നു. അത് അദ്ദേഹത്തെ മാറ്റിയത് തന്നെയാണ്. അതിൽ പ്രധാന കാരണങ്ങളിലൊന്ന് ഈ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച മറച്ചു വെച്ചത് തന്നെയാണ്. EP ജയരാജൻ BJP-യിലേക്ക് പോകാനോ അല്ലെങ്കിൽ BJP-യുമായി അത്തരത്തിൽ ചർച്ച നടത്തിയോ ഒന്നും CPM ആരും കരുതിയിരുന്നില്ല. പക്ഷേ അത്തരത്തിലൊരു കൂടിക്കാഴ്ച നടക്കുമ്പോൾ പാർട്ടി അറിയിക്കേണ്ട പ്രാഥമികമായ ഉത്തരവാദിത്വം EP ജയരാജനെ പോലൊരു മുതിർന്ന നേതാവിനുണ്ട്. പക്ഷെ അത് നടപ്പാക്കിയില്ല. അതുകൊണ്ട് തന്നെയാണ് EP-യെ മാറ്റിയത്. അത് ഈ രീതിയിൽ പറയുന്നില്ലെങ്കിൽ പോലും EP അന്ന് പാർട്ടി സെക്രട്ടറിയെ, പാർട്ടി നേതൃത്വത്തെ കൂടിക്കാഴ്ചയുടെ വിവരം അറിയിക്കാതെ മറച്ചു വച്ചതിൽ CPM-നുള്ള അതൃപ്തിയുടെ പ്രതിഫലനം തന്നെയാണ് ടി.പി. രാമകൃഷ്ണന്റെ ഈ വാക്കുകൾ. അരുണ്, ഈ ടി.പി. രാമകൃഷ്ണൻ പറയുന്നുണ്ട് താനാണെങ്കിലും ഒരുപക്ഷെ ഇത്തരം കൂടിക്കാഴ്ചകളൊക്കെ നടത്തേണ്ടി വരും, ആരും വന്ന് കാണും, അതിനൊന്നും തടയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനിടയിലാണ് അദ്ദേഹം പറയുന്നത് പാർട്ടി സെക്രട്ടറി അറിയിച്ചില്ലെന്ന കാര്യം. ഒരുപക്ഷെ EP ജയരാജൻ അന്നത്തെ ഈ കൂടിക്കാഴ്ച പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരുന്നെങ്കിൽ ഇപ്പോഴത്തെ പോലെയുള്ള ഒരു പ്രതിസന്ധിയും ഉണ്ടാവില്ല എന്ന സൂചന കൂടി അത് CPM കേന്ദ്രങ്ങൾ പങ്കുവെക്കുന്നു അല്ലെ? അങ്ങനെ കൂടി ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ? തീർച്ചയായിട്ടും EP ജയരാജൻ, പ്രകാശ് ജാവദേക്കർ മാത്രമല്ല BJP-യുടെ പല നേതാക്കളും കഴിഞ്ഞ ഏതാണ്ട് 5-6 വർഷമായി കേരളത്തിൽ
നിരന്തരം വന്നു പോകുന്നത്. CPM-ന്റെയും CPI-യുടെയും കോൺഗ്രസിന്റെയും ഒക്കെ, അതായത് BJP വിരുദ്ധരായ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാനപ്പെട്ട ആളുകളെ തന്നെ നമുക്കറിയാം. KPC അധ്യക്ഷനെ അടക്കം, ഇപ്പോഴത്തെ KPC അധ്യക്ഷനെ അടക്കം അവർ കണ്ടു, ചർച്ച നടത്തിയെന്ന വാർത്തകൾ അദ്ദേഹം തന്നെ പുറത്തു പറഞ്ഞിരുന്നു. അങ്ങനെ നിരന്തരം നേതാക്കളെ കണ്ടിരുന്നു. പക്ഷേ ഇവിടെ സംഭവിച്ചത് അത്തരമൊരു കൂടിക്കാഴ്ച BJP സ്വാഭാവികമായി അവരുടെ രാഷ്ട്രീയ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ എടുത്ത തന്ത്രമാണ് ഇത്തരത്തിൽ നേതാക്കളെ അടർത്തി മാറ്റുക, MLA-മാരെയും MP-മാരെയും ഒക്കെ കൂടുമാറ്റുക. ആ തന്ത്രത്തിന്റെ ഒരു ഭാഗമാണ്, പരീക്ഷണമാണ് കേരളത്തിൽ അവർ നടത്തുന്നത്. അതിന്റെ ഭാഗമായി ആകാം ഒരുപക്ഷെ ഈ പ്രകാശ് ജാവ്ദേക്കറുമൊക്കെ EP ജയരാജനെ കണ്ടത്. അവിടെ EP ജയരാജൻ മുൻകൈയെടുത്ത് കൂടിക്കാഴ്ച നടത്തിയെന്ന് CPM വിലയിരുത്തിയിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തുമ്പോൾ സ്വാഭാവികമായും അത് പുറത്തു പറയേണ്ട ബാധ്യത, ഉത്തരവാദിത്വം EP ജയരാജൻ ഉണ്ടായിരുന്നു. അദ്ദേഹം അത് ചെയ്തില്ല. പകരം ഇത് മാധ്യമങ്ങളുടെ വിവാദമാകുമ്പോൾ, അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ, എല്ലാ നന്ദകുമാർ അടക്കമുള്ളവർ അതിനെപ്പറ്റി പറയുമ്പോഴാണ് അദ്ദേഹം ആ കാര്യം തുറന്നു പറയാൻ തീരുമാനിച്ചത്. തുറന്നു പറഞ്ഞ ദിവസവും പൂർണ്ണമായും EP-ക്ക് തിരിച്ചടി ഉണ്ടാകാനുള്ള കാരണങ്ങളിലൊന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളായിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെയാണ് EP-ക്ക് നടപടി ഉണ്ടായത്. മാത്രമല്ല, CPM നേതാക്കൾ പറയുന്നത് ഒരു കാര്യം വസ്തുതാപരമാണ്. മുന്നണി കൺവീനർ എന്ന ചുമതല നിർവഹിക്കാൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ട, പാർട്ടി സെന്ററായി പ്രവർത്തിക്കേണ്ട EP ജയരാജൻ അത്തരം ചുമതലകളും ദീർഘനാൾ നിർവഹിച്ചിരുന്നത് വസ്തുതയാണ്. അതെല്ലാം ചേർന്നപ്പോഴാണ് EP-യുടെ പേരിൽ നടപടിയിലേക്ക് പോയത്. അവിടെ ഈ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു. അതും പാർട്ടിയെ അറിയിക്കാതെ രഹസ്യമാക്കി വച്ചു എന്നുള്ളത് തന്നെയാണ് EP-ക്കെതിരെ CPM ഇത്ര കടുത്തൊരു നടപടി എടുക്കാനുള്ള പ്രധാന കാരണം. അരുൺ, ഒരു കാര്യം കൂടി, നമ്മളെ അറിയാം, ഈ നടപടിയും അതിന്റെ നീക്കങ്ങളും എല്ലാം നടന്നതിന് ശേഷവും ഇപ്പോഴും ആകാംക്ഷയിൽ നിൽക്കുന്ന കാര്യം EP-യുടെ രാഷ്ട്രീയ നീക്കം, തുടർ നീക്കം എന്താ എന്നതാണ്. ഇതുവരെയും അദ്ദേഹം മനസ്സ് തുറന്നിട്ടില്ല. അദ്ദേഹം ഒരു മാധ്യമങ്ങളെയും കണ്ടിട്ടില്ല, ഒരു പ്രതികരണത്തിനും തയ്യാറായിട്ടില്ല, ഒരു പാർട്ടി കമ്മിറ്റി